ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ നിഷ്പ്രഭമാക്കി തകർപ്പൻ പ്രകടനവുമായി ഇന്ത്യ സഖ്യം. ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും അനായാസ വിജയമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതെങ്കിലും വോട്ടെണ്ണൽ ആരംഭിച്ച് 5 മണിക്കൂർ പിന്നിടുമ്പോഴും ഇന്ത്യ സഖ്യം വിട്ടുകൊടുക്കാതെ പൊരുതുന്നതാണ് കാഴ്ച. ഇടയ്ക്ക് എൻ.ഡി.എ ഞെട്ടിച്ച് മുന്നിലെത്തിയ ഇന്ത്യ സഖ്യം കൃത്യമായ ഇടവേളകളിൽ എൻ.ഡി.എക്കൊപ്പമെത്തി. നിലവിൽ ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം കടന്ന് മുന്നിലാണെങ്കിലും ലീഡ് നില അടിക്കടി മാറി മറിയുന്നത് ഭരണകക്ഷിയായ എൻ.ഡി.എയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഭരണം പിടിക്കുവാൻ ആകെ 272 സീറ്റുകളാണ് വേണ്ടത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ എൻ.ഡി.എ വ്യക്തമായ മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചുവന്നാണ് ഇന്ത്യ സഖ്യം സാന്നിധ്യം അറിയിച്ചത്. ഒരു വേള ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറിയെങ്കിലും പിന്നീട് വീണ്ടും എൻ.ഡി.എ മുന്നിൽ കയറി. 2014 ശേഷം ഇതാദ്യമായി കോൺഗ്രസ് 100 സീറ്റുകളിൽ ലീഡ് പിടിച്ചു. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയത് ബി.ജെ.പിയെ ഞെട്ടിച്ചു. എങ്കിലും പിന്നീട് മോദി മുന്നിലെത്തി. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് ഒരു ഘട്ടത്തിൽ 6000-ഓളം വോട്ടുകളുടെ അപ്രതീക്ഷിത ലീഡ് നേടിയിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും വയനാട്ടിലും ലീഡ് ചെയ്യുകയാണ്. രാഹുൽ കഴിഞ്ഞ തവണ മത്സരിച്ചു തോറ്റ അമേഠിയിലും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്യുന്നത്. അവിടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പിന്നിലാണ്. 2019 എൻ.ഡി.എക്ക് 352 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണയും എൻ.ഡി.എ 350 സീറ്റിലധികം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിട്ടുള്ളത്. ചില ഫലങ്ങൾ എൻ.ഡി.എ 400 കടക്കുമെന്നും പറയുന്നു. 44 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആണ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ യു.ഡി.എഫിനാണ് മുന്നേറ്റം. തൃശൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയത്തിനോട് അടുക്കുകയാണ്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് കേന്ദ്രത്തിൽ ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. മുന്നണി ഭരണമായിരിക്കും കേന്ദ്രത്തിൽ വരിക. ചെറുകക്ഷികൾക്കും പ്രാദേശിക കക്ഷികൾക്കും പ്രാധാന്യം കൂടുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്.